പാലക്കാട് സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രി പ്രവർത്തനം ആരംഭിച്ചിട്ട് ഇന്നേക്ക് 10 വർഷമാവുകയാണ്. പക്ഷേ ഇതുവരെയും മെഡിക്കൽ കോളേജിലെ ഒരു നിയമനം പോലും PSC വഴിയല്ല നടത്തിയിട്ടുള്ളത്. സാങ്കേതിക പ്രശ്നങ്ങളാണ് PSC വഴിയുള്ള നിയമനങ്ങൾക്ക് തടസ്സമായതെന്നാണ് ആശുപത്രി അധികൃതരുടെ വാദം. പാലക്കാട്ടുകാരെ പരിചരിക്കാൻ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 2014 ആരംഭിച്ചതാണ് പാലക്കാട്ടെ സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രി. നിർമ്മാണം പൂർണ്ണമായും നടന്നത് പട്ടികജാതി വികസന വകുപ്പിന്റെ ഫണ്ട് ഉപയോഗിച്ച്. നിലവിൽ ആശുപത്രിയിൽ ജോലി ചെയ്യുന്നത് 458 ജീവനക്കാർ. 200-ലധികം ജീവനക്കാരെ നിയമിച്ചതും UDFന്റെ ഭരണകാലത്ത്. 2016 ഭരണത്തിലേറുമ്പോൾ ഇടത് സർക്കാർ പറഞ്ഞത് ആശുപത്രിയിലെ എല്ലാ പിൻവാതിൽ നിയമനങ്ങളും റദ്ദാക്കുമെന്നും നിയമനം പൂർണ്ണമായി PSC വഴി നടപ്പാക്കുമെന്നുമാണ്. പക്ഷേ കൊല്ലം 10 കഴിയുന്നു. ഇതുവരെ ഒരു നിയമനം പോലും PSC വഴി നടത്തിയിട്ടില്ലെന്നാണ് രേഖകൾ വ്യക്തമാക്കുന്നത്. രണ്ടായിരത്തി 2016 തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഇടത് നേതാക്കൾ നടത്തിയ വാഗ്ദാനം നടപ്പായില്ല എന്ന് മാത്രമല്ല, PSCയെ നോക്കുകുത്തിയാക്കി നടത്തിയ നിയമനങ്ങളിൽ 121 പേരെ ഇടത് സർക്കാർ സ്ഥിരപ്പെടുത്തി. എല്ലാ രേഖകളിലും ഒരു സർക്കാർ മെഡിക്കൽ കോളേജ് ആണ് എന്ന് അവകാശപ്പെടുന്ന ഒരു മെഡിക്കൽ കോളേജിൽ, ഒരു സർക്കാർ സ്ഥാപനത്തിൽ കഴിഞ്ഞ 10 വർഷത്തിനിടെയായി ഒരു നിയമനം പോലും PSC വഴി നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോഴും അവിടുത്തെ നിയമനങ്ങൾ നടത്തുന്നത് മെഡിക്കൽ കോളേജ് നേരിട്ട് നടത്തുന്ന കൂടിക്കാഴ്ചയിലൂടെയും പരീക്ഷയിലൂടെയും ഒക്കെയാണ്. ഇതിൽ കേരളത്തിലെ പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിലെ യുവജന സമൂഹത്തെ വഞ്ചിക്കുന്ന നിലപാടാണ് സർക്കാരുകൾ സ്വീകരിച്ചിട്ടുള്ളത്. സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ടാണ് നിയമനങ്ങൾ PSCക്ക് വിടാൻ ബുദ്ധിമുട്ടായതെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്ന വാദം. പ്രശ്നങ്ങൾ പരിഹരിച്ച് 3 മാസത്തിനകം നിയമനങ്ങൾ പൂർണ്ണമായും PSCക്ക് കീഴിൽ വരുമെന്നും അധികൃതർ പറയുന്നു. പക്ഷേ ആശുപത്രിയിലെ നിയമന രേഖകൾ പരിശോധിക്കുമ്പോൾ വ്യക്തമാകുന്ന കാര്യം ഒന്നുണ്ട്. ആശുപത്രി ആരംഭിച്ചത് ജനങ്ങൾക്ക് വേണ്ടിയാണെങ്കിലും യഥാർത്ഥത്തിൽ പരിചരണം കിട്ടിയത് മറ്റു ചിലർക്കാണെന്ന്. വീഡിയോ ജേർണലിസ്റ്റ് വിനൂസിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ, ഇൻ റിപ്പോർട്ടർ, പാലക്കാട്.